SSLC IT മോഡൽ പരീക്ഷ 2022 സൺക്ലോക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ആദ്യം ഗ്രൂപ്പ് 2-ലെ 4-ാമത്തെ ചോദ്യം, അതായത് സൺക്ലോക്കിലെ ആദ്യത്തെ ചോദ്യം. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് ഭൂപടത്തിൽ രേഖാംശ രേഖകൾ പ്രദർശിപ്പിക്കുക. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക. അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രേഖാംശ രേഖകൾ ദൃശ്യമാക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചനകൾ: സ്ക്രീൻഷോട്ട് എടുക്കാനായി കീബോർഡിലെ PRTSC കീ ഉപയോഗിക്കാം. PRTSC ഉപയോഗിക്കുമ്പോൾ ഹോമിലെ പിക്ചേഴ്സ് ഫോൾഡറിലാണ് ചിത്രം സേവ് ചെയ്യുന്നത്. ഇത് റീനെയിം ചെയ്ത് എക്സാം10 ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക. സൺക്ലോക്ക് തുറക്കുവാൻ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നതിന് നേരെ സൺക്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ദൃശ്യമായിരിക്കുന്ന സൺക്ലോക്ക് ജാലകത്തിൽ ഇപ്പോൾ ടൂളുകളൊന്നും കാണുന്നില്ല. ടൂളുകൾ ദൃശ്യമാക്കണമെങ്കിൽ വിൻഡോയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ വിൻഡോയെ മാക്സിമൈസ് ചെയ്യുവാൻ ഇവിടെ മാക്സിമൈസ് വിൻഡോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ പ്രവർത്തനം സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക എന്നതാണ്. ഇംഗ്ലീഷ് ചോദ്യം നോക്കിയാൽ ഡിസ്പ്ലേ ദ വേൾഡ് ടൈം സോൺ മാപ്പ് ഇൻ സൺക്ലോക്ക്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്, എക്സ്ക്ലമേറ്ററി മാർക്ക് അഥവാ അതിശയ ചിഹ്നം. അതുകൊണ്ട് ആ ടൂളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രേഖാംശ രേഖകൾ ദൃശ്യമാക്കുക എന്നതാണ്. ഇംഗ്ലീഷിൽ യൂസ് ദി അപ്രോപ്രിയേറ്റ് ടൂൾ ടു മേക്ക് ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് അപ്പിയർ. രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ദൃശ്യമാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിവിടെ M എന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ M എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്തു, രേഖാംശ രേഖകൾ ദൃശ്യമായി കഴിഞ്ഞു. M എന്ന ടൂളിൽ ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഡിഗ്രി അളവുകൾ കൂടി ഇവിടെ ദൃശ്യമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ കീബോർഡിൽ ഉപയോഗിക്കേണ്ട കീ ഇതാണ്, PRTSC, അതായത് പ്രിൻ്റ് സ്ക്രീൻ എന്നതിൻ്റെ ചുരുക്കം. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ കീയിൽ പ്രസ് ചെയ്യുന്നു. ചിത്രം ഇപ്പോൾ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. പിക്ചേഴ്സ് എന്ന ഫോൾഡർ തുറക്കുന്നു. ഇവിടെ അവസാനം കാണുന്ന സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇതാണ്. വേണമെങ്കിൽ അത് തുറന്നു നോക്കി ഉറപ്പുവരുത്താവുന്നതാണ്. ഇത് തന്നെയാണ്. ഇനി ഇത് റീനെയിം ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് കൊടുക്കുന്നു. ഇനി ഇവിടെ റീനെയിം എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. ചിത്രം ഇപ്പോൾ നമ്മളുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് കോപ്പി ചെയ്ത് എക്സാം10ലേക്ക് പേസ്റ്റ് ചെയ്യണം. കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ആവാം. അതിനായി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ ഹോമിലെ എക്സാം10ലേക്ക് പേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഹോം തുറക്കുന്നു. എക്സാം10 എന്ന ഫോൾഡർ തുറക്കുന്നു. ഇതിലേക്ക് അത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നു. ചോദ്യം ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിലെ 5-ാമത്തെ ചോദ്യം സൺക്ലോക്കിൽ നിന്നുള്ളത്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് അതിലെ രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കിയ സമയമേഖലാ ഭൂപട ജാലകം പ്രദർശിപ്പിക്കുക. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക. അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചനകൾ: സ്ക്രീൻഷോട്ട് എടുക്കുവാനായി കീബോർഡിലെ PRTSC കീ ഉപയോഗിക്കാം. PRTSC കീ ഉപയോഗിക്കുമ്പോൾ ഹോമിലെ പിക്ചേഴ്സ് ഫോൾഡറിലാണ് ചിത്രം സേവ് ആകുന്നത്. ഇത് റീനെയിം ചെയ്ത് എക്സാം10 ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക. സൺക്ലോക്ക് തുറക്കുവാനായി ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നതിന് നേരെ സൺക്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം ചെയ്തതുപോലെ ഈ വിൻഡോയ്ക്കുള്ളിൽ ക്ലിക്ക് ചെയ്ത് ടൂൾ ബോക്സ് ദൃശ്യമാക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെ മാക്സിമൈസ് ചെയ്യുന്നു. ചോദ്യം പരിശോധിക്കാം. ആദ്യം ചെയ്യേണ്ടത് സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക എന്നതാണ്. ഡിസ്പ്ലേ ദി വേൾഡ് ടൈം സോൺ മാപ്പ് ഇൻ സൺക്ലോക്ക്.
അതിനുപയോഗിക്കേണ്ട ടൂൾ നമുക്കറിയാം. ഇവിടെ കാണുന്ന എക്സ്ക്ലമേഷൻ മാർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കുക. യൂസ് ദി അപ്രോപ്രിയേറ്റ് ടൂൾ ടു ഹൈഡ് ദ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്. ഇവിടെ കാണുന്ന എൻ എന്ന ടൂളാണ് അതിനുപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ എൻ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു വട്ടം ക്ലിക്ക് ചെയ്തു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു, പിന്നെയും ക്ലിക്ക് ചെയ്യുന്നു. രാത്രി പകൽ വേർതിരിവ് ഒഴിവാകുന്നത് വരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. അതിനു വേണ്ട കീബോർഡിൽ ഏതാണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു റൗണ്ട് കൊണ്ട് അടയാളപ്പെടുത്തി കാണുന്നത്. കീബോർഡിലെ PTRSC എന്ന കീ അമർത്തുന്നു. പിക്ചേഴ്സ് ഫോൾഡറിൽ അത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അത് തുറക്കുന്നു. ഇവിടെ അവസാനം കാണുന്ന ചിത്രമാണത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിനെ റീനെയിം ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് കൊടുക്കുന്നു. ഇവിടെ റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റീനെയിം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കോപ്പിക്ക് പകരം കട്ട് ചെയ്യുകയാണ്. ഹോമിലെ X110 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞു.